നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം തൊടുപുഴയിൽ നടന്ന BMSന്റെ പ്രതിഷേധ യോഗം. BMS നേതൃത്വത്തിൽ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ BMS സംസ്ഥാന സെക്രട്ടറി CB വർഗീസ് തൊടുപുഴയിൽ ഒരു പ്രമുഖ ഹോട്ടലിൽ തീവ്രവാദ സംഘടനകളുടെ ആലോചന യോഗം നടന്നുകൊണ്ട് തൊടുപുഴയുടെ ക്രമസമാധാന നില തകരാറിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും തൊടുപുഴ പോലീസിന് അന്വേഷണം വഴിമുട്ടിയ രീതിയിലും ഇവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും ഒത്താശ ചെയ്യുന്നു എന്ന് വളരെ ഗുരുതരമായ ആരോപണമാണ് CB വർഗീസ് പ്രസംഗിച്ചിരിക്കുന്നത്. അവസാനിപ്പിച്ചു പോകേണ്ടി വന്നു. അവർക്ക് അതിൽ നിരാശരായത് അത് സംഘടിപ്പിച്ച മച്ചാസലി അടക്കമുള്ള ആളുകളാണ് അതിൽ നിരാശരായത്. അതിൽ വീണ്ടും അവസരം കാത്തിരിക്കുക. ഈ നിരോധിത സംഘടനയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അപ്പോ തൊടുപുഴയിലും അതിന് ഈ നിരോധിത സംഘടനയുടെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു. ഈ നക്സലൻ തൊടുപുഴയിലും ആരംഭിച്ചു. തൊടുപുഴയിലും ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നവംബർ മാസം 22-ാം തീയതി മച്ചാൻ സലിം, അതുപോലെ തന്നെ നിബറസ് ബസിന്റെ കോഹിനൂർ, നിബറസ് ബസിന്റെ ഇബ്രാഹിം കോഹിനൂർ, അതുപോലെ തന്നെ അബ്ബാസ്, പൊന്നൂസ് ബസിന്റെ നസീർ, അതുപോലെ കിഴക്കൻ റൂട്ടില് ബസ് നടത്തുന്ന മുജീബ്, അതുപോലെ തന്നെ നവാസ്, അടിമാലി ബസ് യൂണിറ്റിന്റെ സെക്രട്ടറി സുബൈക്ക്, ഇങ്ങനെ 8 പേർ ചേർന്ന് നവംബർ മാസം 22-ാം തീയതി തൊടുപുഴയിലെ ഒരു പ്രമുഖ ഹോട്ടൽ, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പാപ്പുണ്ടി ഹാളിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തൊടുപുഴയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ യോഗം ചേർന്നു. ആ രഹസ്യ യോഗം ചേർന്ന ഈ മെക്സവനിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കണം. അതിന് അവര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതിന്റെ പരീക്ഷണശാലയായിട്ട് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിരോധിത സംഘടനയുടെ പ്രവർത്തനത്തിന് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ആ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി രഹസ്യ യോഗം ചേർന്ന ഈ ആളുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കണം. ഈ ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കണം. അവര് വീണ്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ഗൂഢപദ്ധതി നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തിനാണ് ഈ ഗൂഢപദ്ധതി. വളരെ ആസൂത്രിതമായിട്ട് തൊടുപുഴയിൽ പ്രവർത്തനം നടക്കുന്നു. എന്താണ് ഇവിടെ നമുക്കറിയാം. തൊടുപുഴയുടെ പഴയ ആളുകൾക്കറിയാം. തൊടുപുഴയില് ധാരാളം ക്രിസ്ത്യൻ കച്ചവടക്കാരുണ്ട്, ധാരാളം ഹിന്ദു കച്ചവടക്കാരുണ്ട്. ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ കഴിയുമോ? ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. ഇവിടുത്തെ ഓരോ കച്ചവട സ്ഥാപനങ്ങളും പരിശോധിക്കും. പുതിയ സൂപ്പർ മാളുകൾ പരിശോധിക്കും. എങ്ങനെയാണ് വന്നത്, എവിടുന്നാണ് വന്നത്? നമ്മുടെ തൊട്ടടുത്ത് മഹാറാണി ടെക്സ്റ്റൈൽസ് ഉണ്ട്. എല്ലാവരും പോകുന്നുണ്ട്. മഹാറാണിയുടെ വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ മറ്റൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവരുടെയൊക്കെ വേരുകൾ അന്വേഷിക്കുന്നതാണ്. എവിടെ നിന്നാണ് എനിക്കറിയാം. മഹാറാണിയുടെയൊക്കെ ആള് ഉടമ എന്തായിരുന്നു എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരായിരുന്നു, എവിടെയായിരുന്നു,
ഞാനൊരാൾ വളരുന്നതിന് പറയുന്നതല്ല. ഫുട്പാത്തിൽ എന്നും കച്ചവടക്കാരനായിട്ടിരിക്കാനുള്ള ആളല്ല ഈ ഫുട്പാത്തിൽ ജോലി ചെയ്യുന്നത്. പക്ഷെ ഫുട്പാത്തിൽ കച്ചവടക്കാരനായ ഒരാള് അത് എങ്ങനെ വളർന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തട്ടെ. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു വലിയ ജിഹാദ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില വ്യത്യസ്തമായ ആളുകളെ വ്യവസായ രംഗത്തുനിന്ന് പുറത്ത് കളയുക, ഇവിടെ നിന്ന് പുറത്താക്കുക. ചില ആളുകൾക്ക് മാത്രം ഈ വ്യവസായ രംഗത്ത്, അത് ബിസിനസ് രംഗത്ത് അവരെ നിലനിർത്തുക എന്നുള്ള ഒരു പോളിസി, ഒരു അജണ്ട ഇതിന്റെ മുമ്പിലുണ്ട്. ഞാനിത് പറയാൻ കാരണം, തൊടുപുഴയിലെ ഒരു 20 വർഷം മുമ്പുള്ള തൊടുപുഴയിലെ കച്ചവട സ്ഥാപനങ്ങൾ അന്വേഷിച്ചാൽ ആരായിരുന്നു? 20 വർഷത്തിന് ശേഷമുള്ള തൊടുപുഴയിലെ കച്ചവട സ്ഥാപനങ്ങൾ അന്വേഷിച്ചാൽ ആരായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ അന്വേഷിച്ചാൽ മനസ്സിലാവും ഇതിന്റെ മാറ്റം. ഇപ്പോ ഈ പ്രൈവറ്റ് ബസ് മേഖലയിലും, ഞാനിത് പറഞ്ഞത് പ്രൈവറ്റ് ബസ് മേഖലയിൽ ഒരു പെർമിറ്റ് ജിഹാദ് പ്രവർത്തിക്കുന്നു. എന്താ പെർമിറ്റ് ജിഹാദ്? ഇവിടെ പരമ്പര ഞാൻ മുമ്പ് പറഞ്ഞു, വളരെ മാന്യമായി ഈ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ബസ് വ്യവസായം നടത്തുന്ന ചില ഉടമകളുണ്ട്. അവർക്ക് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ BMS പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പെർമിറ്റ് ജിഹാദ് ഇവിടെ യാഥാർത്ഥ്യമാണ്. ആരുടെ നേതൃത്വത്തില ഇവിടെ പെർമിറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച്? പെർമിറ്റ് ഇവിടെ കഴിഞ്ഞ നാളിലെ ഒരു തൊഴിലാളി ബസ് സമയത്തിന്റെ പേരിൽ തർക്കം വന്ന് ഇവിടെ അക്രമത്തിൽ മരണപ്പെട്ടു. ഞാൻ പറഞ്ഞത്, ഇവിടെ പ്രൈവറ്റ് ബസ്, അവർക്ക് ഇഷ്ടമല്ലാത്ത പ്രൈവറ്റ് ബസ്, അല്ലെങ്കിൽ തകർക്കേണ്ട പ്രൈവറ്റ് ബസ്, ആ റൂട്ടിലെ പെർമിറ്റ് നിർത്തി ഈ കക്ഷികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോലുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. എന്താണ് അതിന് കൂട്ടുനിൽക്കുന്നത്? ആർടിഒ കൂട്ടുനിൽക്കുന്നു, എൻഫോഴ്സ്മെന്റ് ആർടിഒ കൂട്ടുനിൽക്കുന്നു. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ആർടിഒ ഇടുക്കി ആർടിഒ ബഷീർ, മുൻ എൻഫോഴ്സ്മെന്റ് ആർടിഒ നസീർ, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ ബസ് പെർമിറ്റ് നടത്തുന്നവര് അവരുടെ പേരിൽ കള്ളപ്പരാതി കൊടുക്കുന്നു. ചില ഞായറാഴ്ചകളിൽ ആളുകൾ കുറവുള്ള ദിവസം ഓടിയില്ലെങ്കിൽ ഇവരുടെ പെർമിറ്റിൽ ഓടിയില്ല, പരാതി കൊടുക്കുന്നു. അപ്പൊ എന്താ, ആ പരാതിയുടെ പേര് ചെക്ക് റിപ്പോർട്ട് പോകും. ഒരു ചെക്ക് റിപ്പോർട്ട് 7500 രൂപ ചടച്ചാൽ അവന്റെ 4 ദിവസത്തെ ബാലൻസ് തീർന്നു. അങ്ങനെ സഹികെട്ട് ഈ പറയുന്ന ആളുകൾക്ക് പെർമിറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു ബസ്, ഒരു മാന്യമായി സർവീസ് നടത്തുന്ന ഒരു ബസ് മുതലാളി ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ കരക്കി കയറ്റാം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗൂഢാലോചന. ഇപ്പോ ഈ പറയുന്ന സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇതാണ്. ഈ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാശും അശോകും ഒക്കെ കയറിപ്പോയി. ഇനി തുഷാരവും അല്ലെങ്കിൽ വേറെ ദീപവും അങ്ങനെയുള്ള ചില ഈ പറയുന്ന ആളുകളുടെ ഇംഗിതത്തിൽ നിൽക്കാത്ത ചില ആളുകളും കൂടെ ഈ വ്യവസായം നടത്തുന്നുണ്ട്. അവരെയും കരയ്ക്ക് കയറ്റി വിടണം. അവരെയും കരയ്ക്ക് കയറ്റി വിട്ട് പൂർണ്ണമായും ബസ് വ്യവസായം, തൊടുപുഴയിലെ ബസ് വ്യവസായം പൂർണ്ണമായും ഞങ്ങളുടെ കൈകളിൽ എത്തണം എന്നുള്ള ഒരു അജണ്ട കൂടി ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പോലീസ് ഉണ്ടോ തൊടുപുഴയിൽ? പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണ്. ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന മൂക്കിന് കീഴിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ആ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തണ്ടേ? ഈ തൊഴിൽ മേഖലയിൽ അശാന്തി സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്നവരെ കണ്ടെത്തണ്ടേ? അതാരാണെങ്കിലും പോലീസ് അപ്പോൾ ഒത്താശ ചെയ്യുന്നു. ഇവിടുത്തെ ഭരണകക്ഷി യൂണിയൻ ഒത്താശ ചെയ്യുന്നു. ഭരണകക്ഷി യൂണിയന്റെയും
പോലീസിന്റെയും ഒത്താശയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ സംഘം നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, അതുപോലെ തന്നെ വ്യവസായത്തിൽ അനാരോഗ്യകരമായ പ്രവണത വളർത്തുന്ന ഈ ശക്തികളെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ യോഗത്തിലൂടെ ആദ്യമായി ആവശ്യപ്പെടുന്നത്. യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണമില്ലാതെ പെർമിറ്റ് കൊടുക്കുന്ന ആ സമ്പ്രദായം അവസാനിപ്പിക്കണം. ഒരു